ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തിരുന്ന, ഒരുപക്ഷെ തമിഴ്നാട്ടിലെ പല സംഗീത സംവിധായകർക്കും ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്ന ചെറിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആർ.കെ. ശേഖർ എന്ന് പറയുന്ന. ഇന്നത്തെ നമ്മുടെ പ്രഗത്ഭനായ എ.ആർ. റഹ്മാൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആർ.കെ. ശേഖർ എന്ന് പറയുന്നൊരു ജീനിയസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളൊക്കെ കണ്ടുകൊണ്ട് വേണോട്ടൻ പറഞ്ഞു, ടാക്സി കാറിലെ സംഗീതം ശേഖർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ചെയ്യാം സാർ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ഏറ്റെടുത്ത് അതിമനോഹരമായി അത് ചെയ്തു തന്നു. അതിൽ പാട്ടുകളൊക്കെ ഹിറ്റുമാണ്. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. നീലനിഷേധിനി ഹിറ്റായതോടുകൂടി മലയാള സിനിമാ രംഗത്ത് സംസാര വിഷയമായ ബ്രഹ്മാനന്ദനെ ധൈര്യപൂർവ്വം ഏൽപ്പിച്ച ഒരു പാട്ടാണ് താമരപ്പൂവോ നാണിച്ചു തങ്കവിഗ്രഹം എന്നുള്ള ആ പാട്ട് അതിമനോഹരമായി ബ്രഹ്മാനന്ദം പാടി, ശേഖർ ഭംഗിയായിട്ട് സംഗീതം ചെയ്തു. ആ പാട്ട് ഹിറ്റാവുകയും ചെയ്തു. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്കവിഗ്രഹം വിജയിച്ചു. ഉലകം പൂക്കും പൊയ്ക പറഞ്ഞു യുവതി നീയൊരു പൂവായി വിടരൂ, പൂവായി വിടരൂ. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. ഉലകം പൂക്കും പൊയ്ക പറഞ്ഞു യുവതി നീയൊരു പൂവായി വിടരൂ, പൂവായി വിടരൂ. ടാക്സി കാർ എന്ന സിനിമയിലേക്ക് താമരപ്പൂ കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എത്തുന്നതിന് മുമ്പേ മറ്റേതൊരു ഗായകനെ അദ്ദേഹം ട്രൈ ചെയ്തിരുന്നു. അത് ഏത് ഗായകനാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ശേഖർ സാറിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകത്തില്ല. അങ്ങനെയാണ് പിന്നെ അച്ഛനിലേക്ക് ഈ പാട്ട് എത്തുന്നത്. എനിക്ക് വളരെ വൈകാരികമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, യുവതി നീയൊരു പൂവായി വിടരൂ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതിൽ വളരെ വളരെ എന്താ പറയുക, എനിക്ക് എമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആയി പോകും. ആ ഒരു പാട്ടിൻ്റെ പ്രത്യേകതയും വരികളും പിന്നെ ആ പാട്ടുകാരൻ്റെ ഒരു ഭാവ തലവും കൂടി കൃത്യമായി ഉപയോഗിച്ച ഒരു പാട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം.